ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു കണ്ടൻറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ എങ്ങനെ ഐശ്വര്യം കൊണ്ടുവരാം, പണത്തിനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. വീട്ടിലെ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒന്ന് തന്നെയാണ് കുബേരപ്രതിമയും അതുപോലെ ലക്ഷ്മി ദേവിയും, അല്ലേ? അപ്പോൾ കുബേരപ്രതിമ എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയുള്ളവയാണ് വാങ്ങേണ്ടത്, അതുമല്ലാതെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലക്ഷ്മി ദേവിയുടെ കാര്യം പറയാം. ലക്ഷ്മി ദേവിയുടെ ഒരു ചെറിയൊരു ഫോട്ടോയോ ഒരു ചെറിയൊരു പ്രതിമയോ നമ്മൾ വീടിൻ്റെ മുൻവശത്ത് കയറി വരുന്ന വാതിലിന് മുകളിലായിട്ട് സ്ഥാപിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഇറങ്ങുമ്പോൾ ആ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പോകുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ കുബേരപ്രതിമ സ്ഥാപിക്കേണ്ടതും നമ്മുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥാപിക്കേണ്ടത്. കിഴക്ക് വശം നോക്കിയിരിക്കുന്ന രീതിയിൽ വയ്ക്കേണ്ടതാണ്. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ വാതിലിന് മുകളിലായി വെച്ചിരിക്കുന്ന ലക്ഷ്മി ദേവിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമെല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടുള്ളവയാണ്. കുബേരനെ വാങ്ങുമ്പോൾ എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുന്ന കുബേരനെ വാങ്ങണം. അതുപോലെ തന്നെ കടകളിൽ നിന്നും വാങ്ങുമ്പോൾ പൊട്ടിയതോ ഞണങ്ങിയതോ അങ്ങനെയൊന്നും വാങ്ങാൻ പാടില്ല. ചുറ്റും നോക്കി നല്ലത് മാത്രം വാങ്ങുക. അതുപോലെ തന്നെ കുബേരനെ വാങ്ങുമ്പോൾ നമ്മൾ വിലപേശി വാങ്ങാൻ പാടില്ല. കടയിലുള്ളയാൾ എത്ര രൂപയാണോ പറയുന്നത് ആ വിലയിൽ തന്നെ വാങ്ങേണ്ടതാണ്. ഒരിക്കലും വിലപേശി എനിക്ക് ഇത്ര രൂപ കൂടെ കുറച്ച് തരൂ എന്ന് പറഞ്ഞ് വാങ്ങാൻ പാടില്ല. സന്തോഷത്തോടെ വേണം കുബേരനെ വാങ്ങേണ്ടത്. ഇനി നമ്മൾ കുബേരനെ ആർക്കെങ്കിലും സമ്മാനമായി നൽകുന്നെങ്കിൽ സന്തോഷത്തോടെ നൽകേണ്ടതാണ്. ഇനി കുബേരപ്രതിമ എവിടെന്നെങ്കിലും നമുക്ക് കളഞ്ഞു കിട്ടുകയാണെങ്കിൽ അയ്യോ, കളഞ്ഞു കിട്ടിയ കുബേരനല്ലേ നമുക്ക് വീട്ടിൽ വയ്ക്കാൻ പാടുണ്ടോ എന്നുള്ള ആശങ്ക ഒട്ടും വേണ്ട. വളരെ നല്ലതാണ്. കളഞ്ഞു കിട്ടുന്ന കുബേരപ്രതിമ വീട്ടിൽ വയ്ക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇനി നമ്മൾ പുതിയ കുബേരനെ വാങ്ങുമ്പോൾ വീട്ടിൽ ഏതെങ്കിലും പഴയ കുബേരൻ പൊട്ടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയാൻ പാടില്ല. അത് ഒത്തിരി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ പ്രതിമയും വീട്ടിൽ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ കേടുപാടുകൾ പരിഹരിച്ച് അതിനെയും നല്ലതുപോലെ നല്ല ഇടത്ത് വയ്ക്കുക. കുബേരപ്രതിമ വീട്ടിൽ വാങ്ങി വെക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിനെ പരിപാലിക്കുന്നത്. പ്രതിമയെ എന്ത് പരിപാലിക്കണം എന്നല്ലേ? കുബേരപ്രതിമയെ വാങ്ങി വയ്ക്കുമ്പോൾ അതിന് പൊടിയൊന്നും തട്ടാതെ നന്നായിട്ട് വൃത്തിയായി വെക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും മണക്കുന്ന സാമ്പ്രാണിയോ പൂവോ ഒക്കെ തന്നെ കുബേരന് മുമ്പിൽ വയ്ക്കുന്നതും വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ കുബേരനോട് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴോ എന്തെങ്കിലും ഒരു കാര്യം നേടാനായിട്ട് പോകുമ്പോഴോ അത് കുബേരനോട്ട് പറഞ്ഞ് കുബേരൻ്റെ വയറിനെ തടവിയൊക്കെ പോകുന്നത് വളരെ നല്ലതാണ്. ഇതുമൂലം കുബേരന് സന്തോഷമാവുകയും ഇതുമൂലം നമുക്ക് ഐശ്വര്യം തരികയും നമ്മൾ എന്ത് കാര്യത്തിനാണോ പുറപ്പെടുന്നത് അത് വളരെ ഉത്തമമായി നടക്കുകയും ചെയ്യുന്നു. ഇതാണ് ശാസ്ത്രം. ഇത് മണി ഫ്രോഗിനെ മുകളിലിരിക്കുന്ന കുബേരനാണ്. മണി ഫ്രോഗും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരാൻ സഹായിക്കുന്ന മറ്റൊരു പ്രതിമയാണ്. മണി ഫ്രോഗും വീടിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ്. വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഉയർന്ന ഭാഗത്തായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും താഴ്ന്ന ഭാഗത്തേക്ക് വെക്കരുത്. ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലേക്ക് മണി ഫ്രോഗിന് മുകളിൽ കുബേരൻ ഇരിക്കുന്ന ഒരു പ്രതിമയാണ്, ഈ കാണുന്ന പ്രതിമയാണ് വെച്ചിരിക്കുന്നത്. യോഗേശ്വരി യോഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന ആന വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കുന്ന മറ്റൊരു പ്രതിമയാണ്. ഇങ്ങനെ ആനയെ തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന ആനയെ തന്നെ വീട്ടിൽ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. ഇതും സ്വീകരണ മുറിയിൽ വയ്ക്കുന്നത് വളരെ ഉത്തമമായ ഒന്നാണ്. 1-2 തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന ആന വീട്ടിലേക്ക് വയ്ക്കാവുന്നതാണ്. 3 വയ്ക്കാതിരിക്കാനായി ശ്രദ്ധിക്കുക. കുബേരപ്രതിമ വീടിനുള്ളിൽ മാത്രമല്ല വീടിന് പുറത്തും നമുക്ക് വയ്ക്കാം. എത്രയും വലിയ കുബേരപ്രതിമ വയ്ക്കാമോ അത്രയും നല്ലതാണ്. പക്ഷേ എനിക്ക് ഇതുവരെ വലിയ പ്രതിമ വയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതാണ് ഞാൻ എൻ്റെ വീടിൻ്റെ വെളിയിൽ വെച്ചിരിക്കുന്ന കുബേരപ്രതിമ. ഇത് വളരെ ചെറുതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ വയർ തടവി കൊടുക്കുകയും അതുപോലെ തന്നെ തുളസിക്കതിരോ എന്തെങ്കിലും മണമുള്ള പുഷ്പമോ വെച്ച് കൊടുക്കുകയും ചെയ്യും. വീടിൻ്റെ ഐശ്വര്യവും സമ്പത്തും ഐക്യവും നിലനിർത്തുന്ന മറ്റു ചില കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതാണ് ഒരു മാജിക്കൽ പിരമിഡ്. ഇതിനുള്ളിൽ ശംഖും അതുപോലെ തന്നെ രുദ്രാക്ഷവും കബഡിയും അതുപോലെ തന്നെ ഗോമതി ചക്രവുമെല്ലാം അടങ്ങുന്ന ഒരു പിരമിഡാണ്. ഇത് വീടിൻ്റെ ഐക്യവും സമ്പത്തും ഐശ്വര്യവും നിലനിർത്താനായി സഹായിക്കുന്ന ഒന്നാണ്. ഇത് മണി ഔൾ, നാണയത്തിൻ്റെ മുകളിലിരിക്കുന്ന മൂങ്ങ. ഇതും വീടിനുള്ളിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്ന മറ്റൊരു പ്രതിമ. ഓടുന്ന 7 വെള്ളക്കുതിരകൾ വീടിനുള്ളിൽ സമ്പത്ത് വർദ്ധിക്കാനായി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ ഒന്ന്. സ്വീകരണ മുറിയിലാണ് ഇത് വെക്കേണ്ടത്.
കയറി വരുന്ന വാതിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന രീതിയിൽ വേണം ഇവയെ വെക്കാൻ. തിരിച്ചു വെച്ചാൽ വീടിൻ്റെ ഐശ്വര്യ സമ്പത്തും വാതിൽ വഴി വെളിയിൽ പോകുമെന്നാണ് പറയുക. അതുപോലെ മുന്നോട്ട് കാലുവെച്ച് ഓടുന്ന വെള്ളക്കുതിരകളായിരിക്കണം. പുറകുവശത്ത് ചുവപ്പോ നീലയോ ബാക്ക്ഗ്രൗണ്ടോ അതുപോലെ തന്നെ സൂര്യനോ ചന്ദ്രനോ ഉദിച്ചു നിൽക്കുന്ന പടമായിരിക്കണം വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ സൂക്ഷിക്കണം ഈ പടം വയ്ക്കുമ്പോൾ. വീടിനുള്ളിൽ മയിലിൻ്റെ ചിത്രമോ സ്റ്റാച്ചുവോ വെക്കുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. ഇത് മുറിയിലോ സ്വീകരണ മുറിയിലോ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ മീനിൻ്റെ പടം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ്. ഫിഷ് ടാങ്ക് ഉള്ളവരാണെങ്കിൽ മീനിൻ്റെ പടം വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊന്നാണ് താമര. താമരയുടെ പടം വയ്ക്കുന്നതോ വീട്ടിൽ വളർത്തുന്നതോ വീടിൻ്റെ ഐശ്വര്യം നിലനിർത്താൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഉരുളിയിൽ വെള്ളം നിറച്ച് പൂവിട്ട് വയ്ക്കുന്നതും വളരെ ഉത്തമമായ ഒന്നാണ്. ഐശ്വര്യത്തിൻ്റെ മൂർത്തിയായ വിഘ്നേശ്വരനെ വയ്ക്കാൻ മറക്കരുത്. ഞാൻ അതിനൊപ്പം തന്നെ എൻ്റെ പഴയ കുബേരനെയും വെച്ചിട്ടുണ്ട്, കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബുദ്ധപ്രതിമയും ബുദ്ധൻ്റെ തലയും അതുപോലെ തന്നെ ബുദ്ധൻ്റെ സ്റ്റാച്ചുവും എല്ലാം വെക്കുന്നതും ഐശ്വര്യത്തിന് വളരെ ഉത്തമമാണ്. ഇനിയൊന്ന് ഞാൻ വെച്ചിട്ടുള്ളത് ആമയാണ്. ആമയെ വീട്ടിൽ വെക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ വളർത്തുന്നതും നല്ലതാണ്. ഇനിയൊന്ന് പാല് കുടിക്കുന്ന പശുവിൻ്റെ സ്റ്റാച്ചുവും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പശു എന്ന് പറയുന്നത് വീടിൻ്റെ ഐശ്വര്യമാണ്. ഗോമാതാവെന്നല്ലേ പറയുന്നത്. അത് വീട്ടിൽ വെക്കുന്നതും വീട്ടിൽ വളർത്തുന്നതും വളരെ ഉത്തമമായ ഒന്നാണ്. ഐശ്വര്യത്തിനും സമ്പത്തിനും ഉയർത്താൻ ഇത് സഹായിക്കുന്നു. ബുദ്ധപ്രതിമ വയ്ക്കുമ്പോൾ വീടിൻ്റെ സ്വീകരണ മുറിയിൽ കിഴക്ക് ഭാഗം നോക്കി വെക്കുക. കൈകൾ ഉയർത്തിപ്പിടിച്ച് ഈ മുദ്രയിൽ നിൽക്കുന്ന ബുദ്ധനെ വേണം വയ്ക്കാനായി. സമ്പദ് വർദ്ധനവിൻ്റെ കാര്യമാകുമ്പോൾ മണി പ്ലാന്റിനെയും അതുപോലെ തന്നെ ബാംബു ട്രീയും വയ്ക്കുന്ന കാര്യം മറന്നു പോകരുത്. എൻ്റെ സ്വീകരണ മുറിയിൽ ഞാൻ വെച്ചിട്ടുള്ള ബുദ്ധൻ്റെ മറ്റൊരു വലിയ പോസ്റ്ററാണ് ഇത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ.